ഹലോ ഡിയേഴ്സ്, നമ്മുടെ പാഷൻ ടു ബിസിനസിന്റെ 7th ഡേ ചലഞ്ചാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് സെൽഫ് ലവ് ആൻഡ് കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫിഷ്നെസ് അല്ല. നമുക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ജനിക്കുമ്പോൾ തന്നെ വരുന്ന കാര്യമല്ല, നമ്മളത് ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മളൊരു വിമൺ ഓൺടർപ്രണർ ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫാമിലിയും ബിസിനസ്സും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ലേഡി ആകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് സ്ട്രഗ്ലിംഗ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മളെ തന്നെ കെയർ ചെയ്യാനായിട്ട്, ഒരു സെൽഫ് ലവ് ചെയ്യാനായിട്ട് മറന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കോൺഫിഡൻസിന് വളരെ വിധം കുറച്ച് കൊണ്ടുവരും. അപ്പോൾ കാരണം നമ്മൾ ഒരിക്കലും നമ്മളെ കെയർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ആരുമില്ല. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെ കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം, അതുപോലെ സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യണം. അതൊരിക്കലും നിങ്ങളുടെ ഒരു സെൽഫിഷ്നെസ് ആണെന്ന് വിചാരിക്കരുത്. ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ പറയണം, ഐ എം സോ പ്രൗഡ് ഓഫ് യു. നീ എത്ര മിടുക്കിയാണ്, നിനക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത്, നീ വളരെ മിടുക്കിയാണ്, നീ ഒരു വിജയം അർഹിക്കുന്നുണ്ട് എന്ന് നമ്മുടെ തോളിൽ തട്ടി നമ്മുടെ കണ്ണിൽ നോക്കിയിട്ടൊന്ന് പറയണം. കാരണം നമ്മളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ആൾക്കാർ നമ്മൾ തന്നെയാണ്. സോ അപ്പോൾ നമ്മുടെ രാവിലെ നമ്മൾ കണ്ണാടിയിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മുടെ കണ്ണുകളിൽ നോക്കിയിട്ട് പറയണം, നീ എത്ര മിടിക്കണം, ഐ എം സോ പ്രൗഡ് ഓഫ് യു. അതുപോലെ തന്നെ നമ്മൾ ഐ ആം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുമ്പോൾ ഐ ആം സോ കോൺഫിഡൻറ്റ്, ഐ ആം സോ വർത്തി, ഞാനൊരു സമ്പന്നയായിട്ടൊരു സ്ത്രീയാണ്, ഞാൻ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്, എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിനൊക്കെ നന്ദി പറയുക. അപ്പോൾ നമ്മൾ ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം വർത്തി, ഐ ആം സോ പവർഫുൾ, ഐ ആം വെരി കേപ്പബിൾ, അങ്ങനെ ഐ ആം അൺസ്റ്റോപ്പബിൾ, അങ്ങനെ നമ്മളോടുള്ള ഒരു ഐ ആം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു കാര്യം കൂടി റിച്വൽസും കൂടെ ഉൾപ്പെടുത്തണം. കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളോട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ നമ്മൾ ആ ഒരു സെൽഫ് ലവ് നമ്മൾ ചെയ്തു തുടങ്ങുക. അതുപോലെ തന്നെ നമ്മളോട് തന്നെ നന്ദി പറയുക. നീ എത്ര നന്നായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, നിനക്ക് ഇതൊക്കെ നല്ലതായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, ഇത്രയും നന്നായിട്ട് നിനക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുന്നില്ല, ഐ എം സോ താങ്ക് യു. നിനക്ക് എല്ലാവരും ഇങ്ങനെ കെയർ ചെയ്യാൻ സാധിക്കുന്നില്ല, താങ്ക് യു. അതുപോലെ തന്നെ നീ എല്ലാ കാര്യങ്ങളും ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നിനക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നതിൽ, അല്ലെങ്കിൽ നീ ഒന്നും വിട്ട് കളയാതെ തന്നെ നീ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നതിൽ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന എനർജി സ്രോതസ്സിനെ നമ്മൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് ശരിക്കും നമ്മളിൽ തട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൽഫ് ലവ്, സെൽഫ് വർത്ത് ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ സംസാരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഈ ആഴ്ചയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ നിങ്ങളൊരു എഡിറ്റ് ചെയ്തോ, റീൽ ചെയ്തതോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് നിങ്ങളുടെ ഈ ആഴ്ച ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്, അതായത് നമ്മുടെ വീക്കെൻഡിലാണല്ലോ നമ്മൾ ഈ ഒരു സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസം നമ്മുടെ ഒരു ദിവസമായിട്ട് ഒരു ദിവസം മാറ്റി വയ്ക്കണം. അപ്പോൾ അതിനകത്ത് എഴുതുക, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. അതിനൊക്കെ നമ്മൾ ഒരു നന്ദി പറയുക. കാരണം പലപ്പോഴും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു നന്ദി പറയുക. അതൊക്കെ ചെയ്യാൻ പറ്റിയാൽ നമ്മളെ തോളിൽ തട്ടിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ആഴ്ച എനിക്ക് എന്നെ ഡ്രെയിൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്നെ എനർജി വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്നെ മുന്നിൽ വന്ന് വിട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിപ്പോൾ ചില വ്യക്തികളോ സാഹചര്യങ്ങളോ എന്തുമായിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ എന്തൊക്കെയാണ് എന്നെ ഇമോഷണലി ഡ്രെയിൻ ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ കോൺഫിഡൻസിനെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യുക. എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇനി അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് ചെയ്യാൻ പറ്റും, ഞാൻ എന്തൊക്കെയാണ് ഈ ആഴ്ച പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോട്ടീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. നമ്മൾ ചെയ്ത് വെച്ച് പോയ കാര്യങ്ങളൊക്കെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് ചെയ്യേണ്ട മികച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അടുത്ത ആഴ്ച ഞാൻ ഫോക്കസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരാഴ്ചയിൽ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് വളരെ സ്പെഷ്യലായിട്ട് മാറ്റി വെക്കണം. അന്നത്തെ ദിവസം നമ്മൾ ഇപ്പോൾ സാധാരണ സ്ത്രീകളൊക്കെ രാവിലെ എഴുന്നേറ്റിട്ടോ അല്ലെങ്കിൽ ധൃതി വെച്ചിട്ടൊക്കെയുള്ള ഒരു കുളിയൊക്കെ ആയിരിക്കും കുളിച്ചിട്ട് പോണത്. കൃത്യമായിട്ട് ഒരു സമയം എടുത്തിട്ടൊന്നും ആയിരിക്കില്ല കുളിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ സ്കിന്നിൻ്റെ ഒരു കാര്യങ്ങളും അതുപോലെ നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ മറ്റാരും നമ്മളെ കെയർ ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ കെയർ ചെയ്യാനായിട്ട്
ശ്രമിക്കണം. അപ്പോൾ ഒരു ദിവസം നല്ലൊരു ലോങ് ടൈമൊക്കെ എടുത്തിട്ട് നമ്മൾ ഓയിൽ മസാജിങ്ങും അങ്ങനെയൊക്കെ കൊടുത്ത് നമ്മൾ തന്നെ ഒന്ന് ഒരുപാട് സമയം എടുത്തിട്ട് കുളിയൊക്കെ കുളിക്കുക ഒരു ദിവസം. അതുപോലെ തന്നെ നമ്മൾ നല്ല തനിച്ചിരുന്നൊരു ചായ കുടിക്കുക, ആസ്വദിച്ചൊരു ചായ തനിച്ചിരുന്ന് കുടിക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ, നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോയിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം. 1-2 ചെടികളൊക്കെ വേണമെങ്കിൽ വെക്കാം. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പ്രകൃതിയോട് ആണെങ്കിൽ കുറച്ച് നേരം നമുക്ക് നല്ല പാട്ടുകളൊക്കെ കേട്ട് കുറച്ച് നേരം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഒരാഴ്ചയിൽ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യമാണെങ്കിലും വാങ്ങിക്കുക. ഈവൻ ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് വേണ്ടി സ്വയം നമ്മൾ വാങ്ങിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ സെൽഫ് ലവ് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എല്ലാ ദിവസവും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണത്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമ്മൾ അന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്യുക, നമ്മളും കഴിക്കുക, മറ്റുള്ളവർക്കും കൊടുക്കുക. പക്ഷേ നമ്മൾ അത് ശരിക്കും നമ്മൾ തനിച്ചൊരു ആസ്വദിക്കുക. വേറെ പുറത്തൊക്കെ പോയി ചിലപ്പോൾ സെൽഫായിട്ട് തനിച്ച് പുറത്ത് പോയി ആസ്വദിക്കുന്ന ആളുകളുണ്ട്. തനിച്ച് ഒരു നേരം ഒന്ന് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എന്താ, കുറച്ച് ദൂരമാണെങ്കിലും നമുക്ക് തനിച്ചൊന്ന് ഡ്രൈവ് ചെയ്ത് പോയി, അല്ലെങ്കിൽ കുറച്ച് നേരം തനിച്ചൊന്ന് പുറത്ത് പോയി അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് വരാനൊക്കെ നമ്മൾ തന്നെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ശരിക്കും നമുക്കല്ലാതെ ജീവിക്കുന്നത് പോലെ തോന്നും, മറ്റാർക്കോ വേണ്ടി സമയം കളയുന്നത് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ശരിക്കും സെൽഫ് കെയർ ചെയ്യേണ്ടതും നമ്മളെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതും ഒക്കെ നമ്മൾ തന്നെയാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ എനർജി ഡൗൺ ആയി പോകും, കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു വരും. പിന്നെ നമ്മൾ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരോട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരും. സോ അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ചത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് ഒരു ദിവസം അങ്ങനെ പറ്റില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയരുത്. നമുക്കതിന് സാധിക്കും. അത് നമ്മൾ ഈ പരിഭവങ്ങളും പരാതികളും ഒരുപാട് പറയാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് സമയങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ആ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ എല്ലാം നല്ല സ്മൂത്തായിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരാഴ്ചയിൽ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് സെൽഫ് കെയർ മാറ്റിവെക്കുക. അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനുള്ള അഫർമേഷൻസ് പറയുക, ഐ ആം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുക, കണ്ണാടിയിൽ നോക്കി സംസാരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആഴ്ച നിങ്ങൾ ചെയ്യേണ്ട കാര്യം. സിമ്പിളായിട്ടുള്ള ടാസ്കുകളല്ലേ, പക്ഷേ ആ സിമ്പിളായിട്ടുള്ള ടാസ്കുകൾ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ ഈ അടുത്ത ദിവസത്തെ ചലഞ്ചിൽ കാണുന്നവരേക്കും നന്ദി, ബൈ ബൈ.